ഒലിവറെ നിന്നെ കാണാൻ കുറെ ദിവസമായിരിക്കും. ഞാൻ ജോൺസണോട് പറഞ്ഞു അങ്ങോട്ട് വീണ്ടും വരാം. തിരക്കിലാന്ന് എനിക്ക് അറിയാം. എന്നാലും അവസാന നിമിഷം വരെ എനിക്ക് കാത്തിക്കേണ്ടി വന്നു. നാളെ പോകുന്ന ഓടി പിടിച്ച് വന്നാണ്. കരുവന്നൂരാണ് ഇപ്പൊ താമസം. അപ്പൊ കാനഡയിലാന്ന് പറഞ്ഞ എവിടെയായിട്ടാ? ഞാൻ റജൈന അല്ലേ? നീ റിട്ടയർഡ് ലൈഫാണോ? ഞാൻ ധനലക്ഷ്മി ബാങ്കിൽ റിട്ടയർ ചെയ്തിട്ട് 10 കൊല്ലായി. 2014 റിട്ടയർ ചെയ്തു. ചുമ്മാ ഇരിക്കണപ്പോ? ചുമ്മാ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഞാൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് പ്രകൃതി കൃഷി പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞിപ്പോ വാനപ്രസ്ഥം ഒരു കോഴ്സുണ്ട്, പിന്നെ ഡിവൈൻ മദർ എന്ന് പറയുന്ന ഒരു കോഴ്സുണ്ട്. ഈ 2 കോഴ്സിന്റെയും ലിറ്റററി വർക്കാണ് ആദ്യം ഞാൻ ചെയ്യാറ്. എന്നാലും എവിടെയെങ്കിലും ഏതെങ്കിലും കോഴ്സ് ഉണ്ടെങ്കിൽ അതിനൊക്കെ ഞാൻ പങ്കെടുക്കും. ഇപ്പൊ മറ്റന്നാ ഈ വാനപ്രസ്ഥം കോഴ്സ് നടക്കുന്നുണ്ട്, അതിന്റെ ഫോട്ടോഗ്രാഫറായിട്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലത്തെ ഞാൻ വാട്സപ്പിൽ അയച്ചു തരാം. കഴിഞ്ഞ എടുത്തൊക്കെ ഈ ഡിവൈൻ മദർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാല്, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ 11 വയസ്സ് വരെ അമ്മയുടെ പരിഗണനയിൽ ആണുണ്ടാവും. അമ്മയുടെ മനസ്സും കുഞ്ഞിന്റെ മനസ്സും ഒന്നാണെന്നാണ് കൺസെപ്റ്റ്. ആ കൺസെപ്റ്റിൽ ഊന്നിക്കൊണ്ടും അമ്മ നീങ്ങിയാലേ ആ കുട്ടിയെ ഏതെങ്കിലും നല്ല വഴിക്ക് ആക്കാൻ പറ്റും. അമ്മയുടെ പാളിച്ചകളൊക്കെ അച്ഛന്റെയും ഗുരുക്കന്മാരുടെയും ഒക്കെ പാളിച്ചകൾ അതിൽ പെടും. അമ്മയുടെ പാളിച്ചകൾ പ്രത്യേകിച്ചും അത് നമുക്ക് വിനയുണ്ടാക്കും. ആ കുട്ടിയെ ഏത് രൂപത്തിലാക്കാനും അമ്മയുടെ മോഹം അനുസരിച്ച് യേശുദാസിന്റെ പോലെ പാട്ടുകാരനാണോ ആക്കാൻ പറ്റും. പക്ഷെ ആ താളബോധം കൊടുക്കണം, ആ ശ്രുതി മധുരമായിട്ടുള്ള താളലയം കൊടുക്കണം. അങ്ങനെയുള്ള അറിവുകളാണ് അതിൽ പറഞ്ഞത്. അമ്മ എങ്ങനെയാവണം. പഴയ കാലത്തെ അമ്മമാരല്ലേ ഇപ്പോഴത്തെ അമ്മ. അവർക്ക് കുറെ പാളിച്ചകൾ വന്നു. നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ തകരാറാണ് നമ്മുടെ കേരളത്തെ പറ്റിയിട്ട്. കേരളം ഭ്രാന്താലയം എന്ന് പണ്ട് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത് ഏതാണ്ട് അന്വർത്ഥമായിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്, അല്ലേ? അപ്പൊ അവിടെ എത്ര കാലം? ഞാനിപ്പോ പോയിട്ട് 3 വർഷം കഴിഞ്ഞു. കാനഡയല്ലേ? അതിനു മുമ്പ് എവിടെയായിരുന്നു? അതിനു മുമ്പ് ഞാൻ പഞ്ചാബിൽ 6 വർഷം ഉണ്ടായിരുന്നു. പിന്നെ ഫിലിപ്പീൻസിൽ ഒരു 15 വർഷം. ഫിലിപ്പീൻസിലുണ്ടല്ലോ. പിന്നെ ആഫ്രിക്കയിൽ 5 വർഷം. ആഫ്രിക്കയിലുണ്ടല്ലേ? അതെല്ലേ. ഇപ്പോ ഓവർസീസ് 3rd പ്ലേസ്മെന്റ് അല്ലേ? അതെല്ലേ. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് തേൻ കൂട് എന്ന് പറഞ്ഞ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതില് ഞാൻ ചേർക്കട്ടെ? അതില് കാനഡയിലുള്ള ഒരു വിക്ടോറിയ എന്ന് പറയുന്ന ഒരു യോഗ ആർട്ടിസ്റ്റ്, കന്നക്കരിഞ്ഞാണ്. അതിലൊരു മെമ്പറാണ്. നമ്പർ അയച്ചു തരാം, കോണ്ടാക്ട് ചെയ്തു. അവര് യോഗ ആർട്ടിസ്റ്റാണ്. ഇവിടെ ചില ക്യാമ്പുകളിൽ ഫ്രൂട്ടേറിയൻ ക്യാമ്പ് എന്ന് പറയും. ഫ്രൂട്ട്സ് കഴിച്ച് 5 ദിവസം കഴിഞ്ഞു കൂടുന്ന ഒരു ക്യാമ്പാണ്. ആ ക്യാമ്പുകളിൽ ഞാൻ 4-5 തവണ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ചെന്ന് കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ നമ്മൾ അസിഡിക്കായിട്ട് ചെന്നാൽ തിരിച്ചു വരുമ്പോഴേക്കും എന്തായിട്ടുണ്ടാവും? ആൽക്കലൈനായിട്ടുണ്ടാവും. നമുക്ക് ഗ്യാസോ മലബന്ധമോ ഒന്നും ഉണ്ടാവില്ല. മറ്റുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവും, മാരകമായിട്ടുള്ള വയറിന്റെ അസുഖങ്ങളോ മൂലക്കുരു അതൊക്കെ ഉണ്ടാവും. പക്ഷെ ശരിക്കും ആൽക്കലൈനായിട്ടാണ് പറഞ്ഞത്. ബിക്കോസ് വി ആർ ഫ്രൂട്ടേറിയൻസ്. നമ്മുടെ ബൈബിളിൽ തന്നെ പറയുന്നില്ല, ആദ്യം ഫ്രൂട്ട്സ് കഴിച്ചിട്ടാണ്, അല്ലേ? ഇപ്പൊ ഞാൻ ചെയ്യുന്നത് PHനെ കുറിച്ച് ഒരു പുസ്തകം, അമേരിക്കൻ പുസ്തകമാണ്. അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുക. നമ്മുടെ സിയാൽ ദാസ് ഭാഷ ദാസ് ഭാഷ ഭാരത സാഹിത്യ കൃതികൾ 2 ഞാൻ മലയാളത്തിൽ, ഹിന്ദിയിലേക്കും ഇംഗ്ലീഷിലേക്കും ഓരോന്ന്. അങ്ങനെയൊക്കെ പോണു. ഇനിയിപ്പോ നിന്റെ കഥകൾ പറയും. എൻ്റെ കഥകൾ ഇങ്ങനെ, ഞാൻ PhD എടുത്തു. ഞാൻ ഇക്കോളജിയില്. വെരി ഗുഡ്. അപ്പൊ ഇക്കോളജിയാണ്. ഇക്കോളജിക്കലി ആൾസോ വി ആർ ഫ്രണ്ട്സ്. അതെ, ഞാൻ ഈ പറയുമ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കായിരുന്നു. അല്ലല്ലേ? ഒരു കാര്യം കേൾക്കണം, ഞങ്ങളുടെ മാഷ് പറയുന്നുണ്ട്, ഇക്കോളജിയിൽ അടിസ്ഥാനം ഉള്ള ആൾക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഉണ്ടാവില്ല, അല്ലേ? പ്രത്യേകിച്ച് നമ്മുടെ ജ്യോത്സ്യം, പിന്നെ അതുപോലെ സൈക്കോളജി എന്നിവ ഇക്കോളജിയുടെ ബാക്കപ്പ് ഇല്ലാതെ പോയാൽ പാളുള്ളൂ. ഈ ജ്യോത്സ്യം എന്ന് പറയുന്നത് ആ ബാക്കപ്പ് ഇല്ലെങ്കിൽ തന്നെ ഒരു കുടുംബത്തിൽ അച്ഛനോ മറ്റൊക്കെ ജ്യോത്സ്യനായിരുന്നു വിചാരിക്കുക. ആ വഴിയിൽ പോകുമ്പോൾ ശരിയാവുണ്ട്. എങ്കിൽ പോലും ഇക്കോളജിയുടെ ബാക്കപ്പ് ഇല്ലാതെ. അപ്പൊ എല്ലാത്തിന്റെയും അടിസ്ഥാനം മൂല കാരണം ഇക്കോസ് ആണ്. അതെ. ഇപ്പോ ഹിന്ദു കൺസെപ്റ്റ് അനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ സ്റ്റാർച്ച് എന്ന് പറയുന്ന സാധനം ബുദ്ധിക്കുള്ളതാണ്. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ശക്തികളാണ്. പിന്നെ ഫാറ്റ് എന്ന് പറയുന്ന അത് രണ്ടും ചേർന്നുള്ള ഒന്നാണ്. അല്ലെങ്കിൽ അതിലാണ് ഇത്. അല്ലെങ്കിൽ ഒരു ലൂബ്രിക്കേഷൻ ആണ് ഫാറ്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ ഹിന്ദു പിള്ളേരൊക്കെ എന്താ പറയാം? ഇത്
ഈ സ്റ്റാർച്ച് എന്നുള്ള കൺസെപ്റ്റിന്റെ പ്രതീകമാണ് വിഷ്ണു എന്ന് പറയുന്ന ദൈവം. ശിവൻ എന്ന് പറയുന്ന പ്രോട്ടീന്റെ ഇതാണ്. ബ്രഹ്മം എന്ന് പറയുന്ന സർവം ബ്രഹ്മം അല്ലേ? പിന്നെ 33 കോടി ദേവകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ. ഇതിനെ ശരിക്കും ആദരിച്ച് പോയി കഴിഞ്ഞാൽ സംശയമില്ല, നമുക്ക് നമ്മുടെ ആരോഗ്യം കിട്ടും. ആരോഗ്യം കിട്ടിയാൽ മനസ്സ് എന്ന് പ്രതിഷ്ഠ വന്നു. അതാണ് ഹിന്ദു കോളേജ്. മൂത്ത മകൻ ഇവിടെ പാടത്തൊരു ഷോപ്പ് നടത്തുന്നുണ്ട്. എവിടെ? പഴമ എന്ന് പറയും. പഴമ എന്ന് പറഞ്ഞൊരു ഷോപ്പ്. അത് പൂജാ സാധനങ്ങളാണ് തുടങ്ങിയത്. പക്ഷെ പിന്നീട് അത് പല പല സാധനങ്ങളായിട്ട് മാറി, ഒരു വെറൈറ്റി. ഇപ്പോൾ കോവിഡ് വന്നപ്പോഴാണ് കുറെ മാറ്റങ്ങൾ വന്നത്. അതുവരെ പരാജയപ്പെട്ടിരുന്ന ആള് കോവിഡ് വന്നപ്പോൾ കയറ്റി അയക്കാൻ തുടങ്ങി. അതിന് ചില അവസരങ്ങൾ കിട്ടി. കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്തും, ഗൾഫിലേക്കൊക്കെ. ആസ്ട്രേലിയക്ക് പറ്റില്ല. പിന്നെ ന്യൂസിലൻഡ്, 1-2 DTDC എത്താത്ത മേഖലകളിൽ പറ്റും. അപ്പൊ DTDC വഴിയുള്ള ഫ്ലാറ്റുകളിൽ. അതിനുശേഷം ഇപ്പോൾ രക്ഷപ്പെട്ടു. താലൂരും നടത്തലും ഓരോ ബ്രാഞ്ചും തുടങ്ങി. നല്ലവണ്ണം പോകുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ മകൻ എറണാകുളത്ത് പാലാരിവട്ടത്താണ്. വൈഫിന് ജോലിയുണ്ട്, ആൾക്കും ജോലിയുണ്ട്. അപ്പൊ നീ ഇവിടെ തനിച്ചാണോ പോകുന്നത്? ഞാനും ഭാര്യയുണ്ട്. ഞാനിപ്പോ അവൻ വിളിച്ച അങ്ങോട്ട് പോകും, ഇവൻ വിളിച്ച അങ്ങോട്ട് പോകും. 2 സ്ഥലത്ത് പോകും. പിന്നെ സർക്കിട്ടാണ് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് യാത്ര അല്ലേ? അതെ, കോഴിക്കോട്, തിരുവനന്തപുരം പോയിട്ടില്ല. പോവാറില്ല, ഇപ്പൊ പോവാറില്ല. അകലങ്ങളിലാണ് അധികം. പക്ഷെ ഇപ്പൊ ഈ ഒരു വീഴ്ച ഉണ്ടായി 2 കൊല്ലം മുമ്പ്. ആ വീഴ്ചയില് നമ്മുടെ തൊടയുടെ മുകളിലായിട്ട് ഒരു ജംഗ്ഷനില് ഒരു സ്റ്റീൽ ബോഡി ഇരിക്കുന്നുണ്ട്. അത് കാരണം അധികം യാത്രകൾ പറ്റില്ല. എങ്കിലും ഞാൻ നടക്കും. ഇപ്പൊ ഇവിടെ ഇപ്പൊ നടക്കാൻ തോന്നണതിന്റെ കാര്യം ഒന്ന് തന്നെ കാണാം. പിന്നെ നടത്തും, ധാരാളം നടക്കും. നല്ല ഊർജ്ജം. അത് വാട്സപ്പ് വഴി ബന്ധപ്പെടാം. അധികം ഉണ്ടാവില്ല, കാരണം എനിക്ക് ഒത്തിരി ജോലികളുണ്ട്. അതല്ലേ, എന്നാലും വല്ലപ്പോഴൊക്കെ നമുക്ക് വർത്താനം പറയാം. പിന്നെ നിങ്ങളുടെ അതായത് ഒലിവറിൻ്റെതായിട്ടുള്ള വല്ല പ്രസംഗങ്ങളോ അല്ല എന്തെങ്കിലും യൂട്യൂബിൽ അവൈലബിൾ ആണോ? യൂട്യൂബില് ചോദിച്ചു നോക്കാം. അതുകൊണ്ട് കാണുമായിരിക്കും. എൻ്റെ അവിടുത്തെ ഞങ്ങൾ ഹോമിലി എന്ന് പറയും, പ്രസംഗങ്ങൾ. അത് യൂട്യൂബിൽ കാണും. യൂട്യൂബിൽ അതിന്റെ വേണമെങ്കിൽ നമുക്ക് ലിങ്ക് അയച്ചു തരാം. പിന്നെ ഇപ്പൊ ആരൊക്കെ വീട്ടിലുണ്ട്? വീട്ടില് ജോൺസൺ മാത്രമേ ഉള്ളൂ. ജോൺസണും വൈഫും അല്ലേ? ഞാൻ ഒരു ദിവസം പോവാ. ഞാൻ മൊത്തം ഓർമ്മ വരില്ലേ. അവന്റെ പെൺകുട്ടി അവള് കല്യാണം കഴിഞ്ഞ ഡൽഹിയിലാണ് സെറ്റിലായി. അവന് ടൈംസ് ഓഫ് ഇന്ത്യയിലെ എഞ്ചിനീയറാണ്. പിന്നെ താഴെയുള്ളവൻ അനിയൻ ജോസ്ലിൻ, അവനിപ്പോ കല്യാണം ആലോചിക്കുന്നു. അവൻ USD വർക്ക് ചെയ്യുന്നു. അതായത് USD എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണ്. അമ്മയപ്പനൊക്കെ മരിച്ചു പോയില്ലേ? അപ്പൻ ഇവിടെ വീട്ടിലുണ്ടായിരുന്നു. 94 വയസ്സിൽ മരിച്ചത് അപ്പൻ. അമ്മ ഒരു 72 വയസ്സിൽ മരിച്ചു. നേരത്തെ മരിച്ചു. അമ്മയ്ക്ക് ഒത്തിരി അസുഖങ്ങളുണ്ടായിരുന്നു, ഈ ആർത്രൈറ്റിസ് ഒക്കെ ആയിട്ട്. അത് കാരണം എനിക്കും ആർത്രൈറ്റിസ് ഒക്കെ ഉണ്ട്. ഏതായാലും പരിചയപ്പെടാൻ കഴിഞ്ഞാൽ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഓക്കെ. ശരി.